പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന പരാതി ഉയരുന്നു. ഗുരുതര അണുബാധയുണ്ടായിട്ടും മതിയായ ചികിത്സ കൊടുത്തിട്ടില്ലെന്ന ആരോപണം. പിഴവുണ്ടായില്ലെന്നും പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. ഏറ്റവും കടുത്ത വേദനയുണ്ടാക്കുന്നൊരു സംഭവമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 9 വയസ്സുകാരി പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലതുകൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. സെപ്റ്റംബർ 24-ാണ് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് വീണു പരിക്കേറ്റത്. തുടർന്ന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്നും എക്സ്റേ എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് വിട്ടയച്ചു. വേദന കൂടിയതോടെ 25-ന് വീണ്ടും ചികിത്സ തേടി. കൈയൊടിഞ്ഞാൽ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയച്ചു. 5 ദിവസത്തിന് ശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞാണ് മടക്കി അയച്ചത്. ആശുപത്രിയുമായി നിരന്തരം ബന്ധപ്പെടുമ്പോഴും ചികിത്സാ സൗകര്യം ഉറപ്പാക്കിയില്ലെന്ന് അമ്മ പ്രസീത 24-നോട്. അവര് നോക്കിയില്ല, നേരെ നോക്കിയില്ല, അത്രേ പറയാനുള്ളൂ. അവർ നോക്കിയതാണെങ്കിൽ ഇപ്പൊ ഇൻഫെക്ഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം കയ്യില് എന്താണ് പറഞ്ഞാൽ ഈ കുത്തിയത് അവര് നേരെ നോക്കണം. കല്ലോ എന്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ അടിക്കുന്ന അവർക്ക് അറിയാലോ. അവരത് നോക്കിയില്ല, പഴുപ്പ് കയറിപ്പോയി. ഇനി പറ്റില്ല. എന്താണ് പറഞ്ഞാൽ കൈ പോയി, അത്ര തന്നെ. കൈ മുറിച്ചു മാറ്റി. സ്ഥിതി ഗുരുതരമായതോടെ ജില്ലാ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പരിശോധനാ ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും വീഴ്ച സംഭവിച്ചെന്നും പാലക്കാട് DMO TV റോഷ്. ഇതിനിടയിൽ പ്രാഥമിക അന്വേഷണത്തിന് റിപ്പോർട്ട് പുറത്തു വന്നു. DMOയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പത്മനാഭൻ, ഡോക്ടർ കാവ്യ എന്നിവർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കുട്ടിക്ക് ചികിത്സ നൽകിയെന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇത് ചികിത്സാ പിഴവല്ല സംഭവിച്ചിട്ടുള്ളത്. ചികിത്സ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ചർ ആയിട്ട് വന്നു, അന്ന് കാഷ്വാലിറ്റിയിൽ വന്നു, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം റിവ്യൂ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് വരാനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് കയ്യിന് ഈ രക്തോട്ടം നിലച്ചേക്കായിരുന്നു. അതാണ് ആ സമയത്ത് നമ്മൾ പ്രശ്നം കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.